കണ്ണൂരേക്ക് പോകണം. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ കല്യാട് ഇപ്പോൾ 11-ാമനെ കൂടി തിരിച്ചറിഞ്ഞു. ധർമ്മടം സ്വദേശിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് ഈ വാർത്ത അവർ വീട്ടുകാർ സ്ഥിരീകരിച്ചിട്ടുണ്ടോ? എന്താണ് മനസ്സിലാക്കുന്നത്? ഇപ്പോൾ എനിക്കൊന്ന് അർജുൻ നിൽക്കുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് രഞ്ജിത്തിൻ്റെ മരണമാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി സ്ഥിരീകരിച്ചത്. ബന്ധുക്കളൊക്കെ ഇന്നലെ വൈകുന്നേരം തന്നെ ഈ വാർത്ത സ്ഥിരീകരിച്ചിരുന്നു. അതോ കേളുവിൻ്റെ വീട്ടിലാണോ? എവിടെയാണുള്ളത് ഇപ്പോൾ? അരുൺകുമാർ, കാസർഗോഡ് 2 പേരാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ചെർക്കള സ്വദേശി രഞ്ജിത്ത്, അതുപോലെ തന്നെ തൃക്കരിപ്പൂർ സ്വദേശിയായിട്ടുള്ള കുഞ്ഞിക്കേളു. ഈ കുഞ്ഞിക്കേളുവിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത്. കുഞ്ഞിക്കേളു ഏകദേശം നീണ്ട 20 വർഷത്തെ പ്രവാസിയായിരുന്നു. 20 വർഷത്തോളമായി ഗൾഫിൽ ജോലി ചെയ്യുകയാണ്. 15 വർഷത്തോളം ഇതേ കമ്പനിയിൽ, അതായത് ഈ അപകടം നടന്ന ഇതേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുകയുമായിരുന്നു ഈ കുഞ്ഞിക്കേളു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയായതാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് മടങ്ങിയെത്താൻ വേണ്ടി കഴിയുമെന്നുള്ളതായിരുന്നു ഈ കുടുംബത്തോട് പങ്കുവച്ചത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ നാട്ടിലെത്തി അതിനുശേഷം തിരികെ പോയതുമാണ്. ഇപ്പോൾ ഈ കുഞ്ഞിക്കേളുവിൻ്റെ ഭാര്യയുടെ സഹോദരൻ ഇപ്പോൾ ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, എന്തായിരുന്നു, നിങ്ങൾ എപ്പോഴാണ് ഈ സംഭവം? ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് കൺഫേം ആയത്. രാവിലെ ഇങ്ങനെ സംശയം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ഫ്ലാറ്റിലാണ് താമസിച്ച ക്യാമ്പിലാണ്, ലേബർ ക്യാമ്പിലാണ് തീപിടുത്തം എന്നുള്ളൊരു സൂചന രാവിലെ ഉച്ചയോടെ ഉണ്ടായിരുന്നു. പക്ഷെ കൺഫേം ആയത് ഇദ്ദേഹം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കൺഫേം ആയത് വൈകിട്ടോടെയാണ്. ഒരു 6 മണിയോടെ അനൗദ്യോഗികമായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ, കുവൈത്തിലുള്ള സുഹൃത്തുക്കൾ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് കാണുന്നുണ്ട്, ഇങ്ങനെ അനൗദ്യോഗികമായി പെട്ട ലിസ്റ്റിൽ പേര് കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. നിങ്ങൾ ബന്ധപ്പെടാനൊക്കെ ബന്ധപ്പെടാൻ കുവൈത്തിലേക്ക് ഔദ്യോഗികമായിട്ട് ബന്ധപ്പെടേണ്ട നമ്പറുകളൊന്നും നമ്മുടെ കയ്യിലില്ല. ഒരു വിദേശ എംബസിയുടെ ഒരു വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇദ്ദേഹത്തിൻ്റെ വൈകിട്ട് 3 മണിയോട് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയും പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഞാൻ അപ്ലോഡ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഇതുവരെ യാതൊരു മറുപടിയും വന്നില്ല. എംബസിയുടെ നമ്പർ, ടോൾ ഫ്രീ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ, കുവൈത്തിലുള്ള സുഹൃത്തുക്കൾ മാത്രമാണ് ഇത് അറിയാൻ, അനൗദ്യോഗികമായിട്ടുമെങ്കിലും അറിയാൻ സാധിച്ചത്. ഇതിനെ തൊട്ടടുത്തുള്ള താമസിക്കുന്ന ഒരാൾ കൂടി ഇതിൻ്റെ നമ്മുടെ സുഹൃത്ത്, ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിരുന്നു. ഇവിടെ അടുത്തൊരു 2 കിലോമീറ്റർ അപ്പുറം താമസിക്കുന്ന എൻ്റെ കൂടെ പഠിച്ച നളിനാക്ഷൻ, അദ്ദേഹം ഒരു സാരമായൊരു പരിക്ക് പറ്റി, നട്ടലിന് പരിക്ക് പറ്റി ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു ഇദ്ദേഹം താമസിച്ചതെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അടുത്തടുത്തുള്ള ഫ്ലാറ്റിലായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് ഇങ്ങനെ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. അദ്ദേഹം എടുത്ത് ചാടിയതാണോ, അല്ല അദ്ദേഹം ശ്വാസം മുട്ടി മരിച്ചതാണോ, അദ്ദേഹം പിന്നെ പൊള്ളിയിട്ട് മരിച്ചതാണോ, ഒന്നും നമ്മൾ അറിയില്ല. അറിയിപ്പുകളൊന്നോ അല്ല, ഒരറിയിപ്പ് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. ആരും നമ്മൾ ബന്ധപ്പെട്ടിട്ടില്ല. നമുക്ക് അങ്ങോട്ട് ബന്ധപ്പെടാനും പറ്റിയിട്ടില്ല. ഇങ്ങനെ മൃതദേഹം എപ്പോഴത്തേക്ക് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒന്നും അറിയില്ല. അതിനെക്കുറിച്ചുള്ള ഒന്നും നമുക്ക് ഒരു വ്യക്തത ഇതുവരെ വന്നില്ല. ഈ കുവൈറ്റിൽ തന്നെ ജോലി ചെയ്യുന്ന മറ്റേതെങ്കിലും ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള അവരാരെങ്കിലും ബന്ധപ്പെടാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അവരാരും കിട്ടിയില്ല. ഈ ഭാഗത്തേക്കോ അവരുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തേക്കോ ആരും കടത്തി വിടുന്നില്ല എന്നുള്ളതാണ് അവർ നമ്മളോട് പറഞ്ഞത്. അവിടെ വളരെ ശക്തമായ പരിശോധനയും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തോടൊന്നും പോകാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു തരുന്നു. കുവൈത്തിലുള്ള കാസർഗോഡ് ജില്ലാ പ്രവാസി സംഘത്തിൻ്റെ ആൾക്കാരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു ഉദ്ദേശത്തെയും മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ ഇതിൻ്റെ പുറകെ തന്നെയുണ്ട്. നിങ്ങൾ പിന്നെ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല എന്നവർ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മരിച്ചിട്ടുള്ള കേളുവിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഭാര്യ ഇവിടെ തന്നെ ഉണ്ട്. അവൾ പഞ്ചായത്തിലാണ് ജോലി ചെയ്യുന്നത്. ഒരാൾ പൂനെയിൽ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹം വരുന്നുണ്ട്. ഒരു മകൻ വന്നിട്ടുണ്ട്. അവൻ പിന്നെ പഠിക്കുകയാണ്, 2ാമത്തെ മകൻ. പ്രവാസമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങി വരാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അദ്ദേഹം 58 വയസ്സല്ലേ, 2 വർഷം കൂടി റിട്ടയർമെൻറ്റിലുള്ളൂ. അതൊക്കെ അവസാനിപ്പിച്ച് വരേണ്ട ഒരു തയ്യാറെടുപ്പിലായിരുന്നു അദ്ദേഹം തിരിച്ചു പോയത്. ഏകദേശം 20 വർഷത്തിന് മുകളിലായല്ലോ. 20 വർഷത്തിന് മൊത്തം പ്രവാസി ജീവിതം 20 വർഷം മുകളിലായിട്ടുണ്ടാവും. ഇതേ കമ്പനിയിൽ തന്നെ 15 വർഷത്തോളം, ഏകദേശം 2007-2008 കാലം മുതൽ ഇതേ കമ്പനിയിൽ തന്നെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. കുവൈത്ത് തന്നെ ഉണ്ട്. എന്തായാലും വലിയൊരു തീർച്ചയായിട്ടും വലിയ നമുക്കൊരു വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ സംഭവം ഉണ്ടാവും എന്നുള്ളത്. കാരണം മറ്റുള്ള ആക്സിഡൻറ്റ് മാതിരി ഇത് അറിയുന്നില്ല. രാത്രി ഉറങ്ങിക്കിടന്ന് രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിലല്ലേ. നമുക്കൊന്നും എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടത്, എങ്ങനെയാണ് ഇത് ആശ്വസിക്കേണ്ടത്, മറ്റുള്ളവരെങ്ങനെ ആശ്വസിപ്പിക്കേണ്ടത്, ഇതൊന്നും നമുക്ക് ഒന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല. ഈ അപകടം നടക്കുന്നതിന് മുമ്പ് വീട്ടിലേക്ക് വിളിക്കുകയോ അങ്ങനെ എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് രാത്രിക്ക് വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ അനിയത്തിയെ രാവിലെ ഒരു 12 മണിക്ക് വിളിച്ച് ചോദിച്ചത് ഇന്ന് രാവിലെ വിളിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ വിളിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലൊരു വിഷമമാണ്. കാരണം ഇത് പെട്ടുപോയോ. അപ്പോൾ അത് നമ്മളുടെ ആശങ്ക സത്യമായി മാറുകയാണ് ചെയ്തത്.
അരുൺ, കുടുംബത്തിന് വലിയ തോതിൽ സങ്കടകരമായിട്ടുള്ള ഒരു അപ്രതീക്ഷിതമായ അല്ലെങ്കിൽ പ്രവാസം അവസാനിപ്പിച്ച് വളരെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വിയോഗ വാർത്ത ഇവരെ തേടിയെത്തുന്നു. അതും ഇത്തരത്തിലൊരു അപകടത്തിലൂടെ ഇങ്ങനെ ഒരു വലിയ തോതിൽ ദുരന്തത്തിൽപ്പെട്ട് ഇങ്ങനെ മരണം സംഭവിച്ച കാര്യം അറിയുന്നു. അതും കൃത്യമായ തോതിൽ ഒരു ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയാത്ത ഒരു ആശങ്കയുടെ ഒരവസ്ഥയായിരുന്നു കുടുംബത്തിനുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ കുവൈറ്റിലുള്ള മറ്റ് സുഹൃത്തുക്കളെയൊക്കെ ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ മരണം സംഭവിച്ചിട്ടുള്ള കാര്യം ഈ കുടുംബം അറിയുകയും ചെയ്തത്. എന്തായാലും ഭാര്യ ഇപ്പോഴും ഈ വീട്ടിലാണ്. വലിയ ദുഃഖസാന്ദ്രമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഭാര്യ കഴിയുന്നത്. 2 മക്കളാണുള്ളത്. ഒരാൾ പൂനെയിൽ പഠിക്കുകയാണ്. അവർ തിരിച്ച് നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നാണ് കുടുംബത്തിലെ ആൾക്കാർ പറയുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു വിയോഗ വാർത്തയാണുള്ളത്. കാസർഗോഡ് തന്നെ മറ്റൊരു ചെർക്കള സ്വദേശിയായിട്ടുള്ള രഞ്ജിത്ത് കൂടി ഇന്നലെ തന്നെ മരണപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ വരികയും അത് ഔദ്യോഗികമായി തന്നെ അല്ലെങ്കിൽ അത്തരത്തിൽ സ്ഥിരീകരിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ വീട്ടിൽ കൃത്യമായ തോതിൽ ഇങ്ങനെ വിവരം അറിയിച്ചിട്ടില്ല. പക്ഷേ രാവിലെ തന്നെ ഈ വാർത്തകൾ വലിയ തോതിൽ പരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ അവരുടെ കുടുംബത്തെ വിവരം അറിയിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ ധർമ്മടത്തും ഇത്തരത്തിലുള്ളൊരു ഒരു മരണം ധർമ്മടത്തുള്ള ഒരാൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുള്ള അർജുൻ, ഞാൻ തിരികെ വരാം. അർജുൻ